സോഷ്യൽ മീഡിയയിൽ ഇടം കണ്ടെത്തുന്നവർ, അതാണ് ലോകമെന്ന് മനസ്സിലാക്കുന്നവർ, ഈ പുതിയ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് സമസ്ത ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നവർ, അവരോട് ഞങ്ങൾക്ക് എളിമയോടൊരു കാര്യമേ പറയാനുള്ളൂ: ചരിത്രം പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചവരോട് ചോദിച്ചറിയണം. അവർ പറയും എന്തായിരുന്നു സമസ്ത. ഒരു വിഭാഗം സുന്നികൾ സമസ്തയ്ക്ക് നേരെ നടത്തിയുള്ള ആരോപണം തന്നെയാണ് പുതിയ രീതിയിൽ അവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ: അന്ന് ആക്ഷേപിച്ചവർ ആ ആക്ഷേപത്തിൽ കൊണ്ട് തിരിച്ചു പോന്നിട്ടുണ്ട് കൂട്ടരെ. അവരതുകൊണ്ടൊക്കെ പുറകോട്ട് പോന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിളിക്കുന്ന ഐക്യവേദിയിലേക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് തങ്ങൾ രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രീയ നേതാവ് സമുദായത്തിൻ്റെ ഐക്യം വിളിക്കേണ്ട എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ ഇന്ന് പാണക്കാട് തങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ പാണക്കാട് നേതൃത്വത്തെ അംഗീകരിക്കാൻ ഇന്ന് ചിലർക്ക് വൈമനസ്യമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സംഘടന വഴിയെ ഉപേക്ഷിച്ച ബാണ്ഡവം പേറി നടക്കാനാണ് ഇന്ന് ചിലരുടെ തീരുമാനമെങ്കിൽ അത് ചരിത്രത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. പാണക്കാട് കുടുംബത്തോട് എന്തിനാ അഭിമുഖത? അവർ സമൂഹത്തിൻ്റെ നെടുന്തൂണുകളെ പ്രവർത്തിച്ചവരാ. സമസ്ത ജമീയത്തുൽ ഉലമയുടെ നേതാക്കന്മാരും ആലിമീങ്ങളും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞവരാണ്. അവർ മൈനിസ്കരിക്കുന്നു ആർക്ക് നേരെ എന്ന് പറയുമ്പോഴേക്കും അത് വലിയൊരു കുപ്രചരങ്ങളായി കൊണ്ടുവരും. മുജാഹിദ് നേതാവിൻ്റെ മൈനിസ്കരിച്ചാൽ സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കെതിരെ പുലഭ്യം. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മുജാഹിദിനെ മൈനിസ്കരിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇവിടെ ചില ആളുകൾ നടത്തിയിട്ടുള്ളത്. അത് മുമ്പ് ഇവിടെ ചെയ്തിട്ടുള്ളതല്ലേ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അബൂഖാദർ സാഹിബിൻ്റെ മജ്‌ലിസ്കരിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപം ഒരു വിഭാഗം സുന്നികൾ പറഞ്ഞു. നമ്മൾ ഒന്നിച്ചല്ലേ അതിന് മറുപടി കൊടുത്തത്? സീദി ഹാജിയുടെ മജ്‌ലിസ്കരിച്ചതിന് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായി, നമ്മൾ ഒന്നിച്ചല്ലേ മറുപടി കൊടുത്തത്? തൗഹീദ് അംഗീകരിക്കുന്നവരുടെ പേരിൽ മജ്‌ലിസ്കരിക്കേണ്ടി വരും. മഹാന്മാർ പഠിപ്പിച്ച ആ വഴിയല്ലേ. അതിന് പിന്നിൽ എന്തെല്ലാം പേക്കുത്തുകളാ. ആക്ഷേപങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? സയ്യിദ് ഹൈദർ അലി ശിഹാബ് നിസ്കരിച്ചില്ലേ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നിസ്കരിച്ചില്ലേ? അതിൻ്റെ അർത്ഥം മുജാഹിദിനെ അംഗീകരിക്കുന്നു എന്നതർത്ഥമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളുന്നു എന്ന അതിനർത്ഥമുണ്ടോ? അവർ മുസ്ലിം ലീഗിൻ്റെ കൂടി അധ്യക്ഷ പദവിയിരിക്കുന്നത് കൊണ്ട് വിശ്വാസപരമായി വൈകല്യങ്ങളുള്ളവരാണെങ്കിലും തൗഹീദിൻ്റെ ഏകദൈവത്തെ അംഗീകരിക്കുന്നു എന്നൊരൊറ്റ കോണിൽ നിന്നുകൊണ്ട് പലപ്പോഴും അവർക്ക് ഈ കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങളെ തിരിച്ചു പലരും പറയാനുള്ള അവസ്ഥ ഒരുക്കി കൊടുക്കുന്നത്, അവർക്ക് വടി കൊടുക്കുന്നത് ആരാ? മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വജ്ര സമാനമായ വാക്കുകൾ, നിലപാടുകളിൽ കൃത്യതയുള്ള മഹാനായ സയ്യിദ് അവറുകൾ. ആ മഹാനുഭാവന്റെ സുന്നി ആശയത്തെ സംബന്ധിച്ച് ഈ ആളുകൾക്ക് സംശയമുണ്ടാവില്ലല്ലോ. ഞങ്ങൾക്ക് ഏതായാലും സംശയമില്ല. സുന്നി മഹല്ല് ഫെഡറേഷനും സമസ്തയുടെ പ്രവർത്തകർക്കും അശേഷം സംശയമില്ല. ആ മഹാനുഭാവൻ പ്രഗത്ഭനായിരിക്കുന്ന വ്യവസായി PM ഇബ്രാഹിം സാഹിബിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഈ കോഴിക്കോട്ടാണ്. പക്ഷെ അത് പറയാൻ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആക്ഷേപിക്കുമ്പോൾ തിരിച്ച് ജിഫ്രി തങ്ങൾ ചെയ്തില്ലേ എന്ന ആക്ഷേപം കൊണ്ടുവരാൻ ഇടയാക്കുന്നവരാണ് അപകടകാരികൾ. അത് തിരിച്ചറിയുന്നവരാ സുന്നികൾ. അതുകൊണ്ട് സയ്യിദുൽ ഉലമക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും, സയ്യിദുൽ ഉമ്മക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും, ഷെയ്ഖുൽ ജാമിയക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മളെല്ലാം ഒന്നിച്ച് മറുപടി കൊടുത്തതല്ലേ മുൻപ് കാന്തപുരം സുന്നി ആക്ഷേപിച്ചപ്പോൾ? കാന്തപുരം സുന്നികൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ആക്ഷേപിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട വാക്കോട് മൊഹിദി കുട്ടി മുസ്ലിയാരും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവും സംയുക്തമായി ഇതൊരു പുസ്തകമുണ്ട്, ഒന്ന് വായിക്കണം. സോഷ്യൽ മീഡിയയിലെ കുബുദ്ധികളോട് വിനയമായി സൂചിപ്പിക്കുകയാണ്. ഒന്ന് വായിക്കണം. സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ആദ്യ ചാപ്റ്ററുകൾ കടന്നു പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂനൂരിനടുത്ത് ചേപ്പാലയിലെ അബ്ദുറഹിമാൻ മാസ്റ്ററുടെ മയ്യത്ത് നിസ്കാരത്തിന് ജനാബ് AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുത്തിട്ടില്ലേ എന്ന ചോദ്യമാണ് നമ്മൾ ഒന്നിച്ച് ചോദിച്ചത്. അതുകൊണ്ട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുജാഹിദായ ഒരു വ്യക്തിയുടെ മയ്യത്ത് തൻ്റെ വീട്ടിൽ നടന്നതിൽ നേതൃത്വം കൊടുത്തു എന്നതിൻ്റെ പേരിൽ ആക്ഷേപവുമായി മുന്നോട്ട് വരുന്നവരോട് ഒരു മറുപടിയേ ഉള്ളൂ: സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവും വാക്കോട് ഉസ്താദും എഴുതിയ പുസ്തകം ഒരാവർത്തി കൂടി വായിക്കണം. ആക്ഷേപിക്കേണ്ടതല്ല അതൊന്നും.
മുസ്ലിം സമുദായം ഒന്നിക്കേണ്ട മേഖല ഒന്നിച്ചു നിൽക്കാം. അതിൻ്റെ അർത്ഥം അവരുമായി കോംപ്രമൈസ് ആകുന്ന മേഖലകൾ ഉണ്ടെന്നല്ല. ഒന്നിച്ചു നിൽക്കേണ്ട മേഖല ഒന്നിച്ചു നിൽക്കാം. അതുകൊണ്ട് ഈ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുന്നി സമൂഹം വളരെ ജാഗ്രതയോടെയാണ്.